പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 4/7/2025 വന്നിരിക്കുന്ന പുതിയ ഒരു സന്ദേശമാണ്. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ വിലപ്പെട്ട ഒരു നിർദ്ദേശമാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാം. ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ NMMS മുഖേന ഹാജർ രേഖപ്പെടുത്തുന്നത്, അതിൻ്റെ നിർദ്ദേശങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ്. അപ്പോൾ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഇതിൽ പറയുന്നത് പോലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റെടുക്കുന്ന വ്യക്തിഗത പ്രവൃത്തികൾ ഒഴികെയുള്ള എല്ലാ പ്രവൃത്തികളുടെയും ഹാജർ അഥവാ NMMS മുഖേന രേഖപ്പെടുത്തുന്നത് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കേന്ദ്ര ടെലികോം മന്ത്രാലയവുമായി നടത്തിയ പഠനത്തിൽ മതിയായ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള ഗ്രാമപഞ്ചായത്തുകളിൽ പോലും NMMS ഉപയോഗിച്ച് ഹാജർ രേഖപ്പെടുത്തുന്നില്ല എന്നും പതിവായി NMMS എക്സംഷൻ ഓപ്ഷൻ ഉപയോഗിച്ച് മസ്റ്റ് റോളുകൾ ഫിൽ ചെയ്യുന്നതായി കാണുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്താ സംഭവം നമുക്ക് മനസ്സിലായോ? അതായത് നല്ല ഇൻ്റർനെറ്റ് ഒക്കെ ഉള്ള ഏരിയയിൽ, അപ്പോൾ ഇൻ്റർനെറ്റും പിന്നെ ഫോട്ടോ എടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തു ചെയ്യാം, അവിടെ NMMS പിന്നെ എക്സംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോയിൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യുക, അയച്ചു കൊടുത്തിട്ട് ചെയ്യുന്ന പരിപാടിക്കാണ് എക്സംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നല്ല കണക്ടിവിറ്റി ഒക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ പിന്നെ പരമാവധി അത് തന്നെ ഉപയോഗിക്കുക. അതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൽ നെറ്റ്വർക്ക് കവറേജ് ഉള്ള 562 ഗ്രാമപഞ്ചായത്തുകളിൽ NMMS എക്സംഷൻ കൂടുതലായി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളായിട്ടുള്ള പട്ടിക പറയുന്നുണ്ട്. NMMS എക്സംഷൻ ബ്ലോക്കിൽ നിന്നും നൽകുന്നതിന് മുൻപായി ആവശ്യമായ കർശന പരിശോധനകൾ നടത്തിയതിന് ശേഷം മാത്രമേ എക്സംഷൻ നൽകുവാൻ പാടുള്ളൂ. ഇനി മുതൽ കർശനമായിട്ട് എന്ത് ചെയ്യുക, എക്സംഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, പരമാവധി നമ്മൾ ഡയറക്റ്റ് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക. നെറ്റുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഇനി മുതൽ ബ്ലോക്ക് തലത്തിൽ നിന്നും നൽകുന്ന ഏതൊരിളവും, അതായത് എതിരിളവെന്ന് വെച്ചാൽ ഫോട്ടോ കിട്ടാത്തതിൻ്റെ കാരണമായിട്ട് പറയും നമ്മൾ നെറ്റ്വർക്ക് ലഭ്യമല്ല, അല്ലെങ്കിൽ ഉപകരണം പ്രവർത്തിക്കുന്നില്ല. ഈ 2 കാരണങ്ങളാണ് അതിൽ രേഖപ്പെടുത്താൻ പറ്റുക. അപ്പോൾ ഇതിൽ ഏതായാലും ശരി, കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയ തലത്തിൽ നിരീക്ഷണം എന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ്, എവിടെയാണ് നമ്മൾ ജോലി ചെയ്യുന്നതിൽ മാപ്പിംഗ് ചെയ്ത സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ നെറ്റ്വർക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കും. അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ഉപകരണം, ഏത് ഉപകരണമാണ്, നമ്മൾ ഫോണ് ആരുടേതാണ്, അപ്പോൾ ആ ഫോണിൽ എന്തെങ്കിലും ഉപകരണം വർക്ക് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ പറയുന്നതാണെങ്കിൽ അതും പിന്നെ പരിശോധിക്കും എന്നാണ് ഇപ്പോൾ പുതിയ നിർദ്ദേശമായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ വരുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ, അതായത് MIS റിപ്പോർട്ട് പ്രകാരം NMMS എക്സംഷൻ റിപ്പോർട്ട്, അപ്പോൾ അതിൽ ഈ സാമ്പത്തിക വർഷം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 14,530 പ്രവൃത്തികളിലായി 1,07,833 ഡിവൈസ് നോട്ട് വർക്കിംഗ്, അതായത് ഉപകരണം വർക്ക് ചെയ്യുന്നില്ല എന്ന കാരണവും 1,964 പ്രവൃത്തികളിലായി 15,657 ദിവസം നെറ്റ്വർക്ക് നോട്ട് അവൈലബിൾ എന്ന കാരണം, അതായത് ഇൻ്റർനെറ്റ് കിട്ടുന്നില്ല എന്നുള്ള, അല്ലെങ്കിൽ നെറ്റ്വർക്ക് കിട്ടുന്നില്ല എന്നുള്ള കാരണം കൊണ്ടും നൽകിയിട്ട് NMMS എക്സംഷൻ നൽകിയിട്ടുണ്ട് എന്നാണ്
കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് വെച്ചാൽ ഇത്രയും വലിയൊരു പിന്നെ വർക്ക് ചെയ്യാത്തോ അല്ലെ നെറ്റ്വർക്ക് കിട്ടാത്തോ അല്ലെ ഉപകരണം വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ വന്നതുകൊണ്ട് തന്നെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം അധികമായി NMMS എക്സംഷൻ ആവശ്യപ്പെടുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ഏരിയ ഓഫീസർ APP ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ പിന്നെ BPO JPC-മാർ നടത്തേണ്ടതാണ് എന്നും അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ എണ്ണ ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല, നമ്മൾ പിന്നെ വർക്ക് ചെയ്യാത്ത സാഹചര്യങ്ങളുണ്ടാവാം. പിന്നെ അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്യുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മറ്റേ ഫോട്ടോ എടുത്ത് കൊടുക്കും. അപ്പോൾ എണ്ണം കൂടി വരുന്നു കൂടുതലായിട്ട്. അപ്പോൾ അത്രയും എണ്ണം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും നെറ്റ്വർക്ക് കവറേജ് കുറവാണോ, പിന്നെ അപ്പോൾ ശരിയായ രീതിയാണോ, അതായത് നെറ്റ്വർക്ക് കവറേജ് കുറവാണോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പുതിയ നിർദ്ദേശം വന്നിട്ടുള്ളത്. ശരിയായ വസ്തു തന്നെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ പരമാവധി എന്ത് ചെയ്യുകയെന്ന് ചോദിച്ചാൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങനെ ഒന്നും ഇപ്പോൾ ഉപകരണം വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നെറ്റ്വർക്ക് കിട്ടുന്നില്ല എന്നൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഓർഡിനൻസിൽ ഇപ്പോൾ അങ്ങനെ അറിയിക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ എന്ത് വെച്ചാൽ എറർ കാണുന്ന ഭാഗത്ത് നിന്നൊരു ഫോട്ടോ എടുക്കുക, പിന്നെ അതിന് ശേഷം ഒരു ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചൊക്കെ കൊടുത്ത് കുറച്ച് പാടുണ്ട് ഇനി മുതൽ എക്സംഷൻ ചെയ്യുക. അപ്പോൾ പരമാവധി നമ്മൾക്ക് കിട്ടുന്നത് ആ ഫോട്ടോ വെച്ച് തന്നെ ചെയ്യുക. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ആപ്പ് ഉപയോഗിച്ച് അതിൽ തന്നെ കിട്ടുന്ന പരമാവധി ചെയ്യുക. ഇനി അതല്ലെങ്കിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും എറർ വരുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. പിന്നെ ഇത് വേറൊരു കാര്യം കൂടി വെച്ചാൽ നമ്മൾ ഒരു ദിവസം എടുത്തിട്ട് ഫോട്ടോ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പിന്നെ ഇത് ചെയ്യണം. നമുക്കൊരു രാവിലെ ഫോട്ടോ കിട്ടി അല്ലെ ഉച്ചക്ക് ഫോട്ടോ കിട്ടുന്നില്ലെങ്കിൽ അല്ലെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എററാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ പിന്നെ ആപ്പ് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പിറ്റേ ദിവസം ഫോട്ടോ കിട്ടണമെങ്കിൽ ആദ്യത്തെ ഫയൽ സ്റ്റോറേജ് ഡിലീറ്റ് ആക്കണം. എങ്ങനെ ഡിലീറ്റ് അല്ല പിന്നെ എന്ത് ചെയ്യണം, മൊത്തം റിമൂവ് ചെയ്യണം, അതിലുള്ള ഡാറ്റ ക്ലിയർ ചെയ്യണം. ഡാറ്റ ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് പിറ്റേ ദിവസം ഫോട്ടോ എടുക്കാൻ പറ്റൂ. അതും കൂടെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കൂട്ടി വായിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ കാരണം കൊണ്ടാണോ എന്താണ് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഫോട്ടോ കൃത്യമായ രീതിയിൽ കിട്ടുക. പിന്നെ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു തൊഴിലാളിയാണ്. അപ്പോൾ നിങ്ങൾ പല ആൾക്കാർ കമൻറ്റ് കാണുമ്പോൾ പിന്നെ എന്ത് വെച്ചാൽ ഞാനും ഒരു തൊഴിലാളിയാണ്, ഞാനും ഇതേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അപ്ഡേഷനായിട്ട് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് എന്ത് വെച്ചാൽ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ സമയത്തിൻ്റെ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പരമാവധി കൃത്യമായിട്ടാണ് ഇതെത്തുക. പിന്നെ വേറൊരു കാര്യം എന്ന് വിചാരിച്ചാൽ ചില സ്ഥലങ്ങളിലൊക്കെ പിന്നെ ഇപ്പോൾ നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളതെന്ന് വിചാരിച്ചാൽ നമ്മൾ 2 പ്രാവശ്യം ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ രാവിലെ ഇട്ട ഡ്രസ്സായിരിക്കില്ല വൈകിട്ട് ഇടുന്ന ഫോട്ടോയിലുണ്ടാകുന്ന ഡ്രസ്സ്. അത് ചിലപ്പോൾ പിന്നെ എന്തെങ്കിലും കാരണവശാൽ എന്ത് ചെയ്യാം, ചളി പിറങ്ങിയിട്ടോ അല്ല എന്തെങ്കിലും കാരണവശാൽ മാറ്റേണ്ടിയൊക്കെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ എന്നാലും എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ പറയുന്നത് ഒരേ രാവിലെയും ഫോട്ടോ വൈകിട്ട് എടുക്കുന്ന ഫോട്ടോയിൽ തന്നെ ഒരേ ഡ്രസ്സ് ഒരേ ഇതിൽ തന്നെ കിട്ടണം എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ ബാക്കിയുള്ള നിർദ്ദേശങ്ങളൊക്കെ പടിപടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി മുതൽ കർശനമായിട്ട് നിരീക്ഷിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ശരി, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അളവ് കൃത്യമാക്കിയിട്ട് എടുക്കുക, ഫോട്ടോ എടുക്കുക. അപ്പോൾ കൂലി വർധനവ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ 8 ജോലിയുടെ ടൈം എത്ര മണിക്കൂറാണോ ആ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ജോലി സ്ഥലത്ത് തന്നെ ഉണ്ടാവുക പരമാവധി. അപ്പോൾ പല ഏരിയയിൽ പല രീതിയിലായിരിക്കും ജോലികൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പരമാവധി നമ്മുടെ ജോലി സമയം എത്രയാണോ ആ സമയത്ത് സൈറ്റിൽ തന്നെ പരമാവധി നിൽക്കുക. പിന്നെ വന്ന രീതിയിൽ തന്നെ 2 പ്രാവശ്യം ഫോട്ടോ എടുക്കേണ്ട താഴെ തന്നെ നിൽക്കുക. അതേപോലെ തന്നെ പിന്നെ എന്ത് ചെയ്യാം, ഈ എക്സംഷൻ ഫോട്ടോ കിട്ടുന്നില്ലെങ്കിൽ അഥവാ ഇങ്ങനത്തെ ഇൻ്റർനെറ്റ് കിട്ടാത്ത പ്രശ്നമോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ വർക്ക് ചെയ്യാത്ത പ്രശ്നമോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് വെച്ചാൽ നിങ്ങൾ ഉടനെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരമാവധി ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യാം.
പിന്നെ തീരെ രക്ഷയില്ലെങ്കിൽ മാത്രമേ നമ്മൾ എക്സംഷൻ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ എക്സംഷൻ കൊടുക്കുമ്പോൾ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ 2 പ്രാവശ്യം സ്ക്രീൻഷോട്ട് എടുക്കണം. ആ കാര്യങ്ങളൊന്നും വിട്ടുപോകരുത്. പിന്നെ പരമാവധി എല്ലാവരുടെയും പിന്നെ മറുപടികൾ പിന്നെ സംശയങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറ്റുന്ന ഒരു ലിമിറ്റുണ്ട്. ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങളെ ചോദിക്കുന്ന ചോദ്യത്തിന് പെട്ടെന്ന് മറുപടി തരാൻ ഞാൻ എന്ത് ചെയ്യുക ചില വിഷയങ്ങൾ എനിക്ക് അറിയാത്ത വിഷയങ്ങളുണ്ടാകുമ്പോൾ മറ്റുള്ള ആൾക്കാരോട് സംസാരിച്ചിട്ട് മറുപടി